അപ്പോൾ ഗൈസ്, ഞാനപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ടോപ്പ് 10 ബെസ്റ്റ് ഇന്ത്യൻ മൂവീസ്. അതിനെപ്പറ്റി നമുക്കൊന്ന് നോക്കാം, ആരൊക്കെയാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ടോപ്പ് 10 ബെസ്റ്റ് ഇന്ത്യൻ മൂവീസ്. ഏതൊക്കെയാണ് 10 മുതൽ 1 വരെ ആരൊക്കെയാണ്, ഏതാണ് നമ്മളെ ബെസ്റ്റ് മൂവീസ് ഇന്ത്യയിലാണ് ഞാൻ പറയാൻ പോണത്. ബാക്കിയല്ല, അത് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പയ്യെ ചെയ്യാം. നിങ്ങളെന്താ ആദ്യം ഇന്ത്യയിലെ ബെസ്റ്റ് നോക്കുക, 10 മുതൽ 1 വരെ. അപ്പം ഇന്ന് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. വീഡിയോ ഫുള്ള് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ആരാണ് 1ാം സ്ഥാനം എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ത്രില്ലാണ്. നിങ്ങൾക്ക് ഗസ്സും ചെയ്യാം, ആദ്യം കാണുന്നവർക്ക് നിങ്ങൾക്കൊന്ന് ഗസ്സും ചെയ്യാം. പക്ഷേ നിങ്ങളിതെല്ലാം കണ്ട മൂവീസ് ആയിരിക്കാം, കാണാത്തവരും കാണും. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയും. ബാക്കി നിങ്ങൾ കണ്ടവരാണെങ്കിൽ അഭിപ്രായങ്ങൾ പറയും. എന്തായാലും ഞാൻ പറയാൻ പോകുന്നത് 10 മുതൽ 1 വരെയാണ്. 10 മുതൽ 1 വരെ സ്ഥാനം പറയും, വിത്ത് റീസൺ എന്തുകൊണ്ടാണ് ആ മൂവി അങ്ങനെ മികച്ച് നിൽക്കുന്നതെന്ന് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യും. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോവാം. അപ്പം 10ാം സ്ഥാനത്തുള്ളത് വേറെ ആരുമില്ല, ദങ്കലാണ്. ദങ്കൽ മൂവി. റീസൺ പറയുന്നത് റിയൽ സ്റ്റോറി, ഇമോഷണൽ കണക്ഷനും ഇൻസ്പയറിങ് ക്ലൈമാക്സ് ആണുള്ളത്. നമുക്കറിയാം ദങ്കൽ എന്തുമാത്രം ഇന്ത്യൻ സിനിമയ്ക്ക് ഇത് കാഴ്ചവെച്ചെന്ന്. അത്ര അടിപൊളി പടമായിരുന്നു, ഒരു രക്ഷയില്ല. റെസ്ലിങ്ങിനെ പറ്റിയായിരുന്നു. അമീർ ഖാനാണ്. അമീർ ഖാൻ്റെ ഡയറ്റിങ്ങും കാര്യങ്ങളും, അമീർ ഖാൻ്റെ ബോഡി കാര്യങ്ങളെല്ലാം മാറി ഒരു അടിപൊളി വ്യത്യസ്ത സിനിമയാണ്. എന്തായാലും തകർത്ത സിനിമ തന്നെയാണ്. പിന്നെ സ്പോർട്സ് മൂവി ആയിട്ടും ഫാമിലി ഓഡിയൻസ് വളരെ കണക്ട് ചെയ്ത ഒരു മൂവിയും കൂടെയാണ് ദങ്കൽ. അപ്പോൾ അതാണ് അതിൻ്റെ റീസൺ. അതുകൊണ്ട് തന്നെ 10ാം സ്ഥാനത്ത് ഇപ്പോൾ ദങ്കലാണുള്ളത്. ഇനി അങ്ങോട്ട് ഫുൾ ത്രില്ലടിപ്പിക്കുന്ന മൂവീസുകളാണ്. അപ്പോൾ 9ാം സ്ഥാനത്തുള്ളത് ദൃശ്യമാണ്. ദൃശ്യം 1 ആണ്. അത് നിങ്ങൾ ഓർക്കണം. റീസൺ പറയുന്നത് ബെസ്റ്റ് മൂവി എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ഏറ്റവും ബെസ്റ്റ്, എടുത്ത് വെക്കാൻ പറ്റുന്ന ബെസ്റ്റ് ത്രില്ലർ മൂവി എന്ന് വേണമെങ്കിൽ പറയാം. അത്ര അടിപൊളി മൂവിയായിരുന്നു ദൃശ്യം, നമുക്കെല്ലാവർക്കും അറിയാം. റീസൺ പറയാൻ ഇന്ത്യൻ സിനിമയിലെ സ്മാർട്ടസ്റ്റ് ത്രില്ലർ കളികളിലൊന്ന്. സിംപിളി ഫാമിലി മാൻ ക്യാരക്ടർ, മാസ്റ്റർ പ്ലാനിങ്, അതാണ് ഈ മൂവി. അത്ര അടിപൊളി മൂവിയാണ്, ഒന്നും പറയല്ല. എല്ലാവർക്കും, മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഹിന്ദിക്കാർ ഇതിൽ നിന്നാണ് എടുത്ത് അവർ ഇൻസ്പയർ ചെയ്ത് അവർ റീമേക്ക് ചെയ്തത്. ഇൻസ്പയർ അല്ല, റീമേക്ക് ചെയ്ത് അജയ് ദേവഗൺ വെച്ച്. അപ്പം ഇതാണ് 9ാം സ്ഥാനത്ത്. ഇനി 8ാം സ്ഥാനത്തുള്ള സിനിമ 3 ഇഡിയറ്റ്സ് ആണ്. അതും അറിയാം, അമീർ ഖാൻ തകർത്തതാണ്, ഒന്നും പറയാനില്ല, അതിലൊന്നും പറയാനില്ല. റീസൺ പറയുന്നത് എൻ്റർടൈൻമെൻറ്റും ഇമോഷനും ലൈഫ് ലെസണും എല്ലാം അതിൽ തന്നെ കാണിക്കും. അത് സത്യമാണ്, എല്ലാം കാണിക്കുന്നുണ്ട്. ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ റിലേറ്റബിൾ ആയി കാണിച്ചു. അത്ര അടിപൊളി എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ റിലേറ്റബിൾ ചെയ്ത് കണ്ട് കാണിച്ച ഒരു മൂവിയും കൂടെയാണ്. അതിൻ്റെ റീമേക്കായിരുന്നു നമ്മളെ തമിഴിലെ നൻപൻ. അടിപൊളിയാണ്, ഒന്നും പറയാനൊന്നുമില്ല. ആ സിനിമ പൊളിച്ചതാണ്. പിന്നെ 7ാം സ്ഥാനത്തുള്ളതാണ് നമ്മളെ കാന്താര. പൊള്ളി പടം എന്ന് പറഞ്ഞാൽ ഋഷഭ് ഷെട്ടി ആരാണെന്ന് കാണിച്ച ഒരു മൂവി എന്ന് വേണമെങ്കിൽ പറയാം. തകർത്ത മൂവി കാന്താര. റീസൺ പറയുന്നത് കൾച്ചർ പ്ലസ് മാസ് പ്ലസ് സ്പിരിച്വാലിറ്റി മിക്സ്, ദൈവം കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു മൂവിയാണ്. അടിപൊളിയാണ്. ക്ലൈമാക്സ് ലിറ്ററലി ഗൂസ് ബംസ് ടെറിട്ടറി. അത്ര അടിപൊളി ക്ലൈമാക്സ് ആണ്. അതുകൊണ്ട് തന്നെ പൊളിച്ച ഒരു പടമാണ്. അത് കാരണം തന്നെ കാന്താരയാണ് 7ാം സ്ഥാനം. ഇനി 6ാം സ്ഥാനത്ത് നമ്മളെ സൂര്യ അണ്ണൻ്റെ ജയ് ഭീം ആണ് 6ാം സ്ഥാനത്ത് ഇരിക്കുന്നത് ഇന്ത്യൻ സിനിമയിൽ. റീസൺ പറയുന്നത് പവർഫുൾ സോഷ്യൽ മെസ്സേജാണ്, ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമയാണ്. ഒരു രക്ഷയില്ലാത്ത പടം തന്നെയായിരുന്നു. പക്ഷേ OTT ഹൈപ്പ്, അത് കാരണം വലിയ നമുക്ക് അങ്ങോട്ടൊന്നും ആഘോഷിക്കാനൊന്നും പറ്റിയില്ല. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ഒരു കറുപ്പ് വന്നത്. അതിനുശേഷം ജയ് ഭീം ആയിരുന്നു അത് ബെസ്റ്റ് പടം. സുറേറെ പോട്ടറെ ജയ് ഭീം, ഇത് രണ്ടും പൊളിച്ച പടങ്ങളാണ്. അത് OTT ഹൈപ്പോയി, അതിൻ്റെ ഒരു ഇതേ ഉള്ളൂ. പിന്നെ മെനി പീപ്പിൾ കാൾഡ് ഇറ്റ് വൺ ഓഫ് ദ ഇന്ത്യാസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫിലിം എന്നും പറയുന്നുണ്ട് ജയ് ഭീമിന്. അതുകൊണ്ട് തന്നെ 6ാം സ്ഥാനത്ത്. ഇനിയിപ്പോൾ ടോപ്പ് 5 എത്തിയിട്ടുണ്ട്, 5 മുതൽ 1 വരെ. ഇതാണ് മോസ്റ്റ് ത്രില്ലടിപ്പിക്കുന്ന സാധനം. 5ാം സ്ഥാനത്ത് ബാഹുബലി 2 ദ കൺക്ലൂഷൻ. അതൊക്കെ ഇനി എടുത്ത് പറയേണ്ട നമുക്ക് കാര്യമില്ല, എന്തുമാത്രം അടിപൊളി പടമാണ് ബാഹുബലി എന്നെല്ലാം നമുക്കറിയാം. ഒരു രക്ഷയില്ല. റീസൺ പറയുന്നത് സ്കെയിലി, വിഷ്വൽസ്, ഹൈപ്പ്, തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്. ഇതെല്ലാം അടിപൊളി പടം എന്ന് പറഞ്ഞാൽ മോനെ, ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ ഒന്നും പറയാനില്ല, വേറെ ലെവലാണ് നമ്മൾ രാജമൗലി അത് ചെയ്തു വെച്ചത്. പിന്നെ അതിൻ്റെ റീസൺ പറയുന്നത് പ്യുവർ സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയാണ്, ഒന്നും പറയില്ല. ആക്ഷൻ സീനും ഇമോഷനും മ്യൂസിക്കും വേൾഡ് വൈഡിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ പടം തന്നെയാണ്. ബാഹുബലിയും അറിയാം നമുക്ക്, ഇത് ബാഹുബലി 2 ആണ്. അതിനെക്കാട്ടി മികച്ച് നിൽക്കുന്ന ഒരു പടം. പിന്നെ 4ാം സ്ഥാനത്തുള്ളത് RRR. അതും നിങ്ങൾക്കറിയാം. എനിക്ക് തോന്നുന്നു
22 ആ സമയത്ത് ഇറങ്ങിയ പടമാണ്. ഒരു രക്ഷയില്ല. രാജമൗലി തകർത്ത അടുത്ത പടം. അതിനുശേഷം ഇപ്പോഴാണ് ഒരു പടം ചെയ്യുന്നത്. അതും മിക്കവാറും ഹിറ്റാകാൻ ചാൻസ് ഉണ്ട്. RRR റീസൺ പറയുന്നത് പ്യുവർ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. ആക്ഷൻ സീനും ഇമോഷനും മ്യൂസിക്കും അതും ഇതാണ്. ബാഹുബലിയിലെ ഇന്ത്യൻ സിനിമ റീച്ച് ഗ്ലോബലി എത്തിച്ച ഇന്ത്യൻ സിനിമയിൽ ഒന്നാണ്. അത്ര തകർത്ത മൂവികളാണിത്. അതുകൊണ്ട് തന്നെ ബെസ്റ്റ് മൂവിയാണ്. അതിൽ രാജമൗലിയാണ് ഇത് രണ്ടും മികച്ച് നിൽക്കുന്നുണ്ട. ഇനി അടുത്ത പടം 3-ാം സ്ഥാനത്തിന് ടോപ്പ് 3 എത്തിയിട്ടുണ്ട്. 3, 2, 1 ഏത് സിനിമയാണെന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുമായിരിക്കും. അതിൽ 3-ാം സ്ഥാനത്തുള്ള നായകൻ, നമ്മുടെ കമൽഹാസൻ്റെ നായകൻ. മോനെ, ഈ പടം എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് പടമാണ്. നിങ്ങൾ കാണാത്തവരാണെങ്കിൽ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണേ. ഈ മൂവി വൺ ഓഫ് ദ ബെസ്റ്റ് മൂവിയാണ്. റീസൺ പറയുന്നത് മെനി ഫിലിം മേക്കേഴ്സ് സ്റ്റിൽ കൺസിഡർ ദിസ് ഈസ് എ മാസ്റ്റർ പീസ്. കുറേ പേര് പറയുന്നുണ്ട് ഇപ്പോഴും അത് മാസ്റ്റർ പീസാണെന്ന്. കമൽഹാസൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസും മൂവിയാണ്. ഒരു രക്ഷയില്ലാത്ത മൂവിയാണ്. അതുകൊണ്ട് തന്നെ 3-ാം സ്ഥാനത്ത് ടോപ്പ് 3 ഉള്ളത് നായകനാണ്. ഇനിയാണ് മെയിൻ ഇത് 2, 1 ടോപ്പ് 2, 1 എന്തായിരിക്കും? 2-ാം സ്ഥാനത്തുള്ള ഡാർക്ക് നൈറ്റ് ലെവൽ ഇൻഫ്ലുവൻസ് ഇൻ ഇന്ത്യ, ഷോലെ. അതാണ് 2-ാം സ്ഥാനത്ത് ഇരിക്കുന്നത്. അപ്പം നല്ല റീസൺ പറയുന്ന ക്യാരക്ടേഴ്സ്, ഡയലോഗ്, സോങ്സ്, എവറിത്തിങ് ബിക്കെയിം ഐക്കോണിക്. ഇതിലെല്ലാം ഐക്കോണിക് ആയിരുന്നു. രക്ഷയില്ല. സ്റ്റിൽ റെഫറൻസ്ഡ് ആഫ്റ്റർ ഡെക്കേഡ്സ്. നല്ല സ്റ്റിൽ റെഫറൻസ് ഒക്കെ കൊടുത്തായിരുന്നു. അത് കാരണം അടിപൊളി ഒരു പടമാണ്. 2-ാം സ്ഥാനത്ത് അതാണുള്ളത്. ഇനി ടോപ്പ് 1 നിങ്ങളെല്ലാം കാത്തിരിക്കുന്നത് 1-ാം സ്ഥാനത്ത് ഏത് മൂവിയാണെന്ന്. വേറെ ഒന്നുമല്ല, ദൃശ്യം 2. ഇതിലിനിപ്പോൾ പ്രത്യേകിച്ച് എടുത്തൊന്നും പറയണ്ട, അത്ര അടിപൊളി മൂവിയാണ്. അത് കാരണം ദൃശ്യം 2 റീസൺ പെർഫെക്റ്റ് റൈറ്റിംഗ്, പെർഫെക്റ്റ് സസ്പെൻസ്. ഇത് OTT ആയിപ്പോയി നമ്മളെ മലയാളികൾക്ക്. അത് കാരണം ഇത് പാടാം. 1 OTT ആയിപ്പോയി. അത് കാരണം അതങ്ങോട്ടങ്ങ് ക്ലിയർ ആയിട്ടങ്ങ് കിട്ടിയില്ല. ഇല്ലെങ്കിൽ തകർത്തനെ. ഇതിപ്പം അത്രയും അങ്ങോട്ട് നമുക്ക് തിയേറ്ററിൽ കിട്ടി കഴിഞ്ഞാൽ ഇതൊക്കെ എവിടെ എത്തേണ്ട പടങ്ങളാണ്. ഇതിപ്പോൾ നമ്മൾ OTT കണ്ട് അത് തന്നെ തകർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് ദൃശ്യം 3 ആണ് റിലീസ്. അങ്ങനെയൊക്കെയാണ്. അത് കണ്ട് ഞാൻ അഭിപ്രായം റിവ്യൂ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം ആ വീഡിയോ. പിന്നെ അതിൽ റീസൺ പറയണത് നോ ഹ്യൂജ് ആക്ഷൻ, നോ സൂപ്പർ ഹീറോ സ്റ്റഫ്, സ്റ്റിൽ പീപ്പിൾ കുഡ്ന്റ് സ്റ്റോപ്പ് വാച്ചിങ്. അത്ര അടിപൊളി മൂവിയാണ് ദൃശ്യം 2. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാണ് ജോർജ് കുട്ടി ബിക്കേം ദ വൺ ഓഫ് ദ ഇന്ത്യ സിനിമാസ് സ്മാർട്ടസ്റ്റ് ക്യാരക്ടേഴ്സ്. അറിയാമല്ലോ, നമ്മളെ ക്രിമിനലാണ് ജോർജ് കുട്ടി. അതുകൊണ്ട് തന്നെ അത്ര പൊളിച്ച ഒരു പടമാണ്. ഇതാണ് 1-ാം സ്ഥാനത്ത്. എന്തായാലും ഈ സിനിമകളൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. ബെസ്റ്റ് സിനിമ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം എന്തായാലും ഇത്രയൊക്കെ മൂവീസാണ് ഉള്ളത് എന്നല്ല. അപ്പം ഒന്നുകൂടെ ഞാൻ പറയാം. 10-ാം സ്ഥാനത്ത് ഡങ്കൽ, 9-ാം സ്ഥാനത്ത് ദൃശ്യം, 8-ാം സ്ഥാനത്ത് 3 ഇഡിയറ്റ്സ്, 7-ാം സ്ഥാനത്ത് കാന്താര, 6-ാം സ്ഥാനത്ത് ജയ്ഭീം, 5-ാം സ്ഥാനത്ത് ബാഹുബലി 2 ദ കൺക്ലൂഷൻ, 4-ാം സ്ഥാനത്ത് RRR, 3-ാം സ്ഥാനത്ത് നായകൻ, 2-ാം സ്ഥാനത്ത് ഡാർക്ക് നൈറ്റ് ലെവൽ ഇൻഫ്ലുവൻസ് ഇൻ ഇന്ത്യ, 1-ാം സ്ഥാനത്ത് ദൃശ്യം 2. അപ്പം നിങ്ങൾ ഇതിലേതെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കും. നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഇഷ്ടമാണ്, അടിപൊളിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കും. വേറെ സിനിമ സജഷൻ ഉണ്ടെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കണം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കൺ കൂടെ ഓണാക്കി വെച്ചോ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.